പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് പർപ്പിൾ മീഡിയയിലേക്ക് സ്വാഗതം. പർപ്പിൾ മീഡിയ തിരുവനന്തപുരം നിയോജക മണ്ഡലത്തിൽ സഖാവ് എം നൗഷാദിനെ സ്വീകരണ പരിപാടിയിലാണ്. 1000 സമര പോരാട്ടങ്ങളിൽ വ്യക്തിത്വമായ എം നൗഷാദ് ഒരുപക്ഷെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ മേൽപ്പാലം എന്ന് പറയുന്ന വികസന പദ്ധതികൾ കൊണ്ടുവന്ന ജനപ്രതിനിധി സഖാവ് എം നൗഷാദ്. സഖാവ് എം നൗഷാദിന് ആവേശോജ്വലമായ സ്വീകരണമാണ് ഇവിടെ നടക്കുന്നത്. വർഗബഹുജന സംഘടന നേതാക്കന്മാർ, തൊഴിലാളികൾ, ആശാവർക്കർമാർ, അംഗനവാടി ജീവനക്കാർ തുടങ്ങിയ ജനങ്ങളുടെ ആവേശകരമായ സ്വീകരണമാണ് സഖാവ് എം നൗഷാദ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. 1000 വിദ്യാർത്ഥി സമര പോരാട്ടങ്ങളിൽ മുൻനിരയിൽ നിന്നുകൊണ്ട് സമര പോരാട്ടം നയിച്ച സഖാവ് എം നൗഷാദിനെ വളരെ ആവേശപൂർവ്വമാണ് തിരുവനന്തപുരം കൂട്ടിക്കട മേഖലയിലെ ജനങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. കൂട്ടിക്കട മേഖലയിലെ ജനങ്ങൾ നൽകുന്ന ചങ്കോജ്വലമായ പോരാട്ടം ഈ സ്വീകരണം ഏറ്റുവാങ്ങുന്നതാണ് സഖാവ് എം നൗഷാദ്. പ്രവാസി നേതാവ് ഷഫീഖ് കൂട്ടിക്കടയിൽ നിന്ന് ഷഫീഖ് സ്വീകരിക്കുന്നു. സെക്രട്ടറി ഷഫീഖ് സ്വീകരിക്കുന്നു. ബാലസംഘം സ്വീകരിക്കുന്നു. സ്വീകരിക്കാവുന്നതാണ്. കേരള കർഷക സംഘം പോലെ ഈസ്റ്റ് ഏരിയ കമ്മിറ്റിക്ക് വേണ്ടി നൗഷാദ് സ്വീകരിക്കുന്നു. ആവേശോജ്വലമായ സ്വീകരണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വർഗബഹുജന സംഘടനാ നേതാക്കന്മാർ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഇവിടെ നൽകിയ ഊഷ്മളമായ സ്വീകരണത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾ പ്രിയമുള്ള സഖാക്കളെ, സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാർ, 3ാം തവണയാണ് സ്ഥാനാർത്ഥി എന്നുള്ള അർത്ഥത്തിൽ വോട്ടഭ്യർത്ഥിച്ച് ഞാൻ ജനങ്ങളുടെ മുമ്പാകെ വരുന്നത്. 2016 ആദ്യമായി സ്ഥാനാർത്ഥിയായി എത്തി. മികച്ച ഭൂരിപക്ഷത്തോടുകൂടി ഈ മണ്ഡലത്തിലെ ജനങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു. 2021 ആയപ്പോൾ 2016 ലഭിച്ചതിനേക്കാൾ വോട്ടുകൾ നൽകിയാണ് എന്നെ വീണ്ടും തെരഞ്ഞെടുത്തത്. 2026 ഞാൻ എത്തുമ്പോൾ 2016-21 കാലഘട്ടങ്ങളിൽ ചെയ്തതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ ഈ നാടിന് വേണ്ടി ചെയ്തുകൊണ്ടാണ് 2026 ഞാൻ ജനങ്ങളെ അഭിമുഖീകരിക്കുന്നത്. ഈ മണ്ഡലത്തിലെ ജനങ്ങളുടെ ചിരകാല സ്വപ്നങ്ങളെല്ലാം യാഥാർത്ഥ്യമാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയും ചിലത് 100% യാഥാർത്ഥ്യമാവുകയും ചിലത് തുടങ്ങുകയും ചിലത് തുടങ്ങാൻ കഴിയുന്ന സ്ഥിതിയിലേക്ക് എത്തുകയും ചെയ്തു. ഈ മണ്ഡലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ ഗതാഗത കുരുക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ളതായിരുന്നു, തീരസംരക്ഷണവുമായി ബന്ധപ്പെട്ടുള്ളതായിരുന്നു, സഞ്ചരിക്കുന്നതിനുള്ള റോഡുമായി ബന്ധപ്പെട്ടുള്ളതായിരുന്നു, സ്കൂളുകൾ, ആശുപത്രികൾ, ഇവയൊക്കെയായിരുന്നു. അപ്പൊ നമ്മുടെ നാട്ടിലെ മുഴുവൻ സർക്കാർ സ്കൂളുകളും എയ്ഡഡ് സ്കൂളുകളും, സർക്കാർ സ്കൂളുകൾക്ക് മുഴുവനും പുതിയ കെട്ടിടങ്ങൾ നിർമ്മിച്ചു നൽകി. ഇവിടെ നിന്ന് സംസാരിക്കുമ്പോൾ ഇവിടത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാക്കോട്ടുമുല സ്കൂള്, 18 കുട്ടികൾ മാത്രമുണ്ടായിരുന്ന ആ സ്കൂള് ഇന്ന് 312 കുട്ടികളുള്ള, അവിടെ നിന്ന് വർത്തമാനം പറയാതെ നിൽക്കേ, 18 കുട്ടികൾ മാത്രമുണ്ടായിരുന്ന ആ സ്കൂളിൽ നിന്ന് 312 കുട്ടികളുള്ള സ്കൂളാക്കി മാറ്റി. കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചിട്ടാണ് പുതിയ കെട്ടിടങ്ങളൊക്കെ പണിഞ്ഞതിന്റെ ഭാഗമായിട്ടാണ് ആ മാറ്റം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി കഴിഞ്ഞത്. അതുപോലെ തന്നെ തൊട്ടപ്പുറത്തുള്ള ശാസ്താംപള്ളി സ്കൂള്, പേര് വേറെ, ഇരുവരും LPS എന്നുള്ള തരത്തിലാണ്. ആ ശാസ്താംപള്ളി സ്കൂള്, ശാസ്താംകോവിൽ സ്കൂള്, വെള്ളമണൽ സ്കൂള്, മയ്യനാട്